പ്രഭാഷണം തയ്യാറാക്കേണ്ട ഫോർമാറ്റ് ഇന്നും പല കുട്ടികൾക്കും അറിയില്ല. അപ്പൊ എങ്ങനെയാണ് പ്രഭാഷണം തയ്യാറാക്കുന്നത്? ആദ്യം തന്നെ മനസ്സിലാക്കുക, പ്രഭാഷണം എന്നാൽ പ്രസംഗം പോലെ എഴുതുന്നതാണ് എന്ന്. അപ്പൊ പ്രഭാഷണം തയ്യാറാക്കുമ്പോൾ ആദ്യം ശ്രദ്ധിക്കുക, നമ്മൾ എന്ത് വേണം, അതിൽ അഭിസംബോധന വേണം. എന്താ അഭിസംബോധന? നമ്മുടെ പ്രഭാഷണം കേൾക്കാൻ മുമ്പിലിരിക്കുന്ന കുറച്ച് പേര് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ പ്രഭാഷണത്തിലേക്ക് വെൽക്കം ചെയ്യണം. അതാണ് അഭിസംബോധന. അപ്പം നമുക്കറിയാം, പ്രസംഗമൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ പറയത്തില്ലേ, മനസ്സ് നമസ്കാരം, ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരും അങ്ങനെ പറയില്ലേ? അതാണ് എന്തെന്ന് പറയുന്നത്, അഭിസംബോധന എന്ന് പറയുന്നത്. അതിനുശേഷം നിങ്ങൾക്ക് കിട്ടുന്ന ഒരു വിഷയമുണ്ടല്ലോ, ആ വിഷയത്തെ പറ്റി നിങ്ങളുടെ അടിസ്ഥാനപരമായിട്ടുള്ളതും സാമൂഹികപരമായിട്ടുള്ളതും ഒക്കെ കാര്യങ്ങൾ, നമ്മുടെ സമകാലിക സമൂഹത്തിൽ നടക്കുന്ന പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെടുത്തി, സംഭവ വികാസങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയൊക്കെ നിങ്ങൾ എന്തെഴുതുക? ഉത്തരം എഴുതുക. സെക്കൻഡ് പാരഗ്രാഫ്. തേർഡ് പാരഗ്രാഫിനകത്തോട്ട് വരുമ്പോഴത്തേക്കിന് നമ്മൾ കൺക്ലൂഡ് ചെയ്യണം. നമ്മുടെ സ്വന്തം ആശയങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ രേഖപ്പെടുത്തി അത് കൺക്ലൂഡ് ചെയ്യണം. അതിനുശേഷം എന്ത് വേണം? ഇത്രയും നേരം നമ്മുടെ പ്രഭാഷണം കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നമ്മൾ എന്ത് ചെയ്യണം? നന്ദി പറയണം, അല്ലെ? എല്ലാവർക്കും നന്ദി പറഞ്ഞിട്ട് മാത്രമേ നമ്മുടെ പ്രഭാഷണം അവസാനിപ്പിക്കാൻ പാടുള്ളൂ. ഇത് ശരിക്കും പറഞ്ഞ ഒരു 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ 7 മാർക്ക് ആകുമ്പോൾ ഒരു 2 പേജ്, 1.5 പേജ് അല്ലെങ്കിൽ 2 പേജ് നമ്മൾ എഴുതിയിരിക്കണം. അപ്പം അതും കൂടി ഓർക്കുക. ആദ്യം അഭിസംബോധന വേണം, അവസാനം നന്ദിയും പറഞ്ഞിരിക്കണം. ഓക്കെ.